ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായന ഭാഗം ആവർത്തന പുസ്തകം 3-4 അധ്യായങ്ങളാണ്. വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മോശ ഇസ്രായേലിയരോട് നടത്തിയ അവസാന പ്രസംഗത്തിൻ്റെ തുടർച്ചയാണ് ആവർത്തനം 3-4 അധ്യായങ്ങൾ. ശക്തരായ ശത്രുക്കൾക്കെതിരെ ദൈവം നൽകിയ വിജയങ്ങളെ മോശ ഓർമ്മിപ്പിക്കുകയും ജനങ്ങളെ പൂർണ്ണമായ അനുസരണയിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഭൂതകാല വിശ്വസ്തത ഇപ്പോഴത്തെ അനുസരണത്തിനും ഭാവിയിലെ വിശ്വാസത്തിനും പ്രചോദനമാകണമെന്ന് ഈ അധ്യായങ്ങൾ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അതുല്യത, അവൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം, ലോകത്തിൻ്റെ മുൻപാകെ വിശുദ്ധ സാക്ഷികളായി ജീവിക്കേണ്ട ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്വം എന്നിവയും ഇവ ഊന്നിപ്പറയുന്നു. ബാശാനിലെ രാജാവായ ഓഗിനെതിരായ ഇസ്രായേലിൻ്റെ വിജയത്തെ മോശ വിവരിക്കുന്നു. ആ പ്രദേശത്തിലെ അവസാനത്തെ മല്ലന്മാരിൽ ഒരാളായിരുന്നു ഓഗ്. അവനെ ഭയപ്പെടരുതെന്ന് ദൈവം ഇസ്രായേലിനോട് അരുളി ചെയ്തു. അവനെയും അവൻ്റെ രാജ്യത്തെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ 60 കോട്ട നഗരങ്ങൾ കീഴടക്കി യോർദാൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ദേശം കൈവശമാക്കി. ആ ദേശം രൂബേൻ, ഗാദ്, മനശ്ശെയുടെ പാതിഗോത്രം എന്നിവർക്ക് അവകാശമായി വിഭജിക്കപ്പെട്ടു. എന്നാൽ അവർക്ക് അവകാശം ലഭിച്ചിരുന്നുവെങ്കിലും യോർദാൻ്റെ പടിഞ്ഞാറ് ഭാഗം കീഴടക്കുന്നതിൽ സഹോദരന്മാരെ സഹായിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടു. സീഹോനെയും ഓഗിനെയും തോൽപ്പിച്ച അതേ ദൈവം കനാന്യരെയും തോൽപ്പിക്കുമെന്ന് മോശ യോശുവയെ ഓർമ്മിപ്പിച്ചു. തുടർന്ന് വാഗ്ദത്ത ദേശം പ്രവേശിക്കുവാൻ അനുവാദം നൽകണമെന്ന മോശയുടെ പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. എന്നാൽ മുൻകാല അനുസരണക്കേടിൻ്റെ കാരണത്താൽ ദൈവം ആ അപേക്ഷ അനുവദിച്ചില്ല. പിസ്ഗാ പർവ്വതത്തിൽ നിന്ന് ദേശം കാണുവാൻ അനുവാദം ലഭിച്ചെങ്കിലും ജനത്തെ അകത്ത് കൊണ്ടുപോകേണ്ടത് യോശുവയായിരുന്നു. ഓഗിൻ്റെ പരാജയം ദൈവത്തിന് അതിപ്രബലനായ ശത്രു ആരുമില്ലെന്ന് തെളിയിക്കുന്നു. അസാധ്യമായി തോന്നിയത് ദൈവിക ഇടപെടലിലൂടെ സാധ്യമായി. ക്രിസ്ത്യാനികൾക്ക് ഓഗ് ആത്മീയ തടസ്സങ്ങളെയും ഭയങ്ങളെയും പരീക്ഷകളെയും നമ്മുടെ ശക്തിയേക്കാൾ വലിയതായി തോന്നുന്ന സാഹചര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ദൈവത്തിൻ്റെ സന്ദേശം ഇന്നും അതേപോലെയാണ്. ഭയപ്പെടരുത്. ഗോത്രങ്ങൾക്ക് ലഭിച്ച അവകാശം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കൃത്യമായി നിറവേറുന്നതിൻ്റെ തെളിവാണ്. എന്നാൽ അനുഗ്രഹം ലഭിച്ചതുകൊണ്ട് ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല. കിഴക്കൻ ഗോത്രങ്ങൾക്ക് അവകാശം ലഭിച്ചിരുന്നെങ്കിലും അവർ സഹോദരന്മാരെ സഹായിക്കേണ്ടതുണ്ടായിരുന്നു. അതുപോലെ ക്രിസ്ത്യാനികൾ ദൈവാനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ ക്രിസ്തുവിൻ്റെ ശരീരത്തെ സേവിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. മോശയ്ക്ക് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ കഴിയാതിരുന്നത് ഒരു പ്രധാന ദൈവശാസ്ത്ര സത്യം വെളിപ്പെടുത്തുന്നു. നേതൃത്വം, ആത്മീയ നേട്ടങ്ങൾ, പഴയ വിശ്വസ്തത എന്നിവ ആരെയും ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. ദൈവത്തിൻ്റെ വിശുദ്ധി എല്ലാവരിൽ നിന്നും അനുസരണം ആവശ്യപ്പെടുന്നു. അതേസമയം മോശയുടെ കഥ ദൈവകൃപയും വെളിപ്പെടുത്തുന്നു. ദേശത്ത് പ്രവേശിക്കാൻ കഴിയാതിരുന്നെങ്കിലും അത് കാണുവാൻ ദൈവം അനുവദിച്ചു. ദൈവത്തിൻ്റെ ശിക്ഷണവും സ്നേഹവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. ഇന്ന് പല വിശ്വാസികളും സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രതിസന്ധികൾ, ആത്മീയ പോരാട്ടങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ തുടങ്ങിയ മല്ലന്മാരെ നേരിടുന്നു. ആവർത്തനം 3 വിജയം കർത്താവിൻ്റേതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. സ്വാർത്ഥത വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം അനുഗ്രഹങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സഹവിശ്വാസികളെ ശക്തിപ്പെടുത്തുവാനും സഹായിക്കുവാനും ദൈവജനം വിളിക്കപ്പെട്ടിരിക്കുന്നു. മോശയുടെ അനുഭവം വിനയം പഠിപ്പിക്കുന്നു. എത്രകാലം ദൈവത്തെ സേവിച്ചാലും നാം അവൻ്റെ കരുണയെ ആശ്രയിച്ചും അനുസരണത്തിൽ നടന്നും ജീവിക്കണം. ദൈവത്തിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കുവാൻ മോശ ഇസ്രായേലിനോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവവചനത്തിൽ ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുതെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. ബാൽപെയോരിൽ വിഗ്രഹാരാധനയിൽ വീണവർ നശിക്കുകയും ദൈവത്തോടെ വിശ്വസ്തരായവർ ജീവിച്ചിരിക്കുകയും ചെയ്ത സംഭവത്തെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ അനുസരണം മറ്റ് ജാതികളുടെ മുൻപാകെ ജ്ഞാനവും വിവേകവും പ്രകടമാക്കുമെന്ന് മോശ പറയുന്നു. അവരുടെ ദൈവം ജനത്തോട് സമീപമായിരിക്കുന്നുവെന്നും അവൻ്റെ ന്യായപ്രമാണങ്ങൾ നീതിയുള്ളവയാണെന്നും ജാതികൾ തിരിച്ചറിയും. ഹോരേബ് പർവ്വതത്തിൽ ദൈവം സ്വയം വെളിപ്പെടുത്തിയ സംഭവവും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ജനങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടെങ്കിലും യാതൊരു രൂപവും കണ്ടില്ല. അതുകൊണ്ട് യാതൊരു വിഗ്രഹവും നിർമ്മിക്കരുത്. ഭാവിയിൽ ജനങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന വിഗ്രഹാരാധനയിൽ വീഴുകയും പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യുമെന്ന മോശ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അവർ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അധ്യായം അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ അതുല്യതയെ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അവനെ കൂടാതെ മറ്റൊരു ദൈവമില്ല. സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനും സർവാധിപനുമായിരിക്കുന്നത് അവൻ മാത്രമാണ്.
4-ാം അധ്യായത്തിൻ്റെ കേന്ദ്ര വിഷയം ദൈവത്തിൻ്റെ വിശുദ്ധിയും അതുല്യതയുമാണ്. ദൈവവചനത്തിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുതെന്ന കൽപ്പന ദൈവസത്യം മനുഷ്യരുടെ ഇഷ്ടാനുസരണം മാറ്റാവുന്നതല്ലെന്ന് പഠിപ്പിക്കുന്നു. ദൈവവചനം സമ്പൂർണവും അധികാരമുള്ളതും വിശ്വസനീയവുമാണ്. വിഗ്രഹാരാധനയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് വെറും പ്രതിമകളെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. ദൈവത്തിന് അർഹമായ സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചെടുക്കുന്ന എന്തും ഒരു വിഗ്രഹമാണ്. വിജയം, സമ്പത്ത്, സുഖം, അധികാരം, ബന്ധങ്ങൾ, ശുശ്രൂഷ പോലും ദൈവത്തേക്കാൾ പ്രധാനമാകുമ്പോൾ അവ വിഗ്രഹങ്ങളായി മാറുന്നു. ഹോരേബിലെ ദൈവ വെളിപ്പാട് വിശ്വാസം പ്രധാനമായും ദൈവവചനം കേൾക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിലൂടെയാണെന്ന് പഠിപ്പിക്കുന്നു. ദൃശ്യമായ അടയാളങ്ങളിൽ മാത്രം ആശ്രയിക്കുന്നതിലൂടെയല്ല. പ്രവാസത്തെയും പുനഃസ്ഥാപനത്തെയും കുറിച്ചുള്ള പ്രവചനം ബൈബിളിലെ പ്രധാന വിഷയത്തെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ നീതി പാപത്തെ ശിക്ഷിക്കുന്നു, എന്നാൽ അവൻ്റെ കരുണ മാനസാന്തരത്തെ സ്വാഗതം ചെയ്യുന്നു. ദൈവജനങ്ങൾ പരാജയപ്പെട്ടാലും ദൈവം തൻ്റെ നിയമവാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി തുടരുന്നു. കർത്താവാണ് ദൈവം, അവനെ കൂടാതെ മറ്റൊരുവൻ ഇല്ല എന്ന പ്രഖ്യാപനം ബൈബിൾ വിശ്വാസത്തിൻ്റെ ദൈവശാസ്ത്ര അടിത്തറയാണ്. ഇസ്രായേലിൻ്റെ ദൈവം പല ദൈവങ്ങളിൽ ഒരുവനല്ല, അവൻ ഏക സത്യദൈവമാണ്. ആധുനിക സമൂഹം നമ്മുടെ വിശ്വസ്തത ആവശ്യപ്പെടുന്ന അനേകം ശബ്ദങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. വെളിപ്പെടുത്തപ്പെട്ട ദൈവസത്യത്തിന് കീഴടങ്ങുന്നതിന് പകരം സംസ്കാരത്തിൻ്റെ ഇഷ്ടാനുസരണം ദൈവത്തെ രൂപപ്പെടുത്തുവാനുള്ള പ്രലോഭനം ദൈവജനം നേരിടുന്നു. ആവർത്തനം 4 വിശ്വാസികളെ തിരുവെഴുത്തിനോട് വിശ്വസ്തരായി നിലകൊള്ളുവാനും ആധുനിക വിഗ്രഹാരാധനയുടെ സൂക്ഷ്മ രൂപങ്ങളെ ചെറുക്കുവാനും വെല്ലുവിളിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയവർക്കും ഇത് പ്രത്യാശ നൽകുന്നു. ഇന്നും ഈ വാഗ്ദത്തം സത്യമാണ്. ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തും. അതോടൊപ്പം ലോകം ദൈവത്തിൻ്റെ ജ്ഞാനം അവരുടെ ജീവിതത്തിലൂടെ കാണുന്ന വിധം ജീവിക്കുവാൻ വിശ്വാസികൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയ സാക്ഷ്യം വാക്കുകളിലൂടെ മാത്രമല്ല, വിശുദ്ധ ജീവിതത്തിലൂടെയും പ്രകടമാകണം. ഇന്ന് ഞാൻ നേരിടുന്ന മല്ലന്മാർ എന്തൊക്കെയാണ്? എൻ്റെ കഴിവുകളേക്കാൾ ദൈവത്തിൻ്റെ ശക്തിയിൽ ഞാൻ കൂടുതൽ ആശ്രയിക്കുന്നുണ്ടോ? വിജയം, സമ്പത്ത്, സുഖം, വ്യക്തിപരമായ ആഗ്രഹങ്ങൾ തുടങ്ങിയ ഏതെങ്കിലും ആധുനിക വിഗ്രഹങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ 1-ാം സ്ഥാനത്തെ വെല്ലുവിളിക്കുന്നുണ്ടോ? ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ഭരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.